Good morning, student. Adutha university question is solve the initial value problem y triple dash plus y double dash plus 4y dash plus 4y is equal to 0. y0 is equal to 2, y dash 0 is equal to minus 5, y double dash 0 is equal to minus 3. This is February 2023 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇയർ ആയിട്ട് ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? y ട്രിപ്പിൾ ഡാഷ് ആവുമ്പോൾ m3, y ഡബിൾ ഡാഷ് ആവുമ്പോൾ m², ഇവിടെ y ഡാഷ് ആവുമ്പോൾ m പ്ലസ് y ആവുമ്പോൾ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ ആക്സിലറി ഇക്വേഷൻ. ആക്സിലറി ഇക്വേഷൻ എന്താണ്? m³ പ്ലസ് m² പ്ലസ് 4m പ്ലസ് 4 is equal to 0. ഇനി നമുക്ക് അതിനെ സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് m² പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? m പ്ലസ് 1. ഇവിടെ നമ്മൾ 4 പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? m പ്ലസ് 1. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? m പ്ലസ് 1 ഉണ്ട്. അപ്പൊ m പ്ലസ് 1 ഇൻറ്റു m² പ്ലസ് 1 is equal to m² പ്ലസ് 4 is equal to 0. രണ്ടിലും കോമൺ ആയിട്ടുള്ള m പ്ലസ് 1 പുറത്തെടുത്ത് കഴിയുമ്പോൾ m പ്ലസ് 1 ഇൻറ്റു m² പ്ലസ് 4 is equal to 0. ഇനി നമുക്ക് m ന്റെ വാല്യൂ എത്രയാണ്? -1 വരും. m² is equal to 4 minus 4 പ്ലസ് ഓർ മൈനസ് 2y. ഇതാണ് നമുക്ക് കിട്ടുന്ന റൂട്ട്സ്. റൂട്ട്സ് ഏതൊക്കെയാണ്? -1 പ്ലസ് ഓർ മൈനസ് 2y. അപ്പൊ ഒരു റൂട്ട് റിയൽ റൂട്ട് ആണ്, ഒരു റൂട്ട് കോംപ്ലക്സ് റൂട്ട് ആണ്. നമ്മൾ സൊല്യൂഷൻ എഴുതാം. y is equal to c1 into e raised to minus x. c1 into e raised to minus x പ്ലസ് ഇവിടെ പ്ലസ് ഓർ മൈനസ് 2y ആവുമ്പോൾ എന്ത് വരും? e raised to 0x ആൽഫയുടെ സ്ഥാനത്ത് 0 എടുക്കുന്നു. then c2 cos 2x പ്ലസ് c3 sin 2x. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ c1 e raised to minus x പ്ലസ് ഇത് 1 ആണ്. അപ്പൊ c2 cos 2x പ്ലസ് c3 sin 2x. ഇതാണ് നമുക്ക് കിട്ടുന്ന വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. y is equal to c1 into e raised to minus x plus c2 into cos 2x plus c3 into sin 2x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ഈ c1 c2 c3 കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ y0 is equal to 2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 എന്ന് കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡ് c1 c1 into e raised to 0 1 ആണ് പ്ലസ് c2 cos 0 എത്രയാണ്? 1 പ്ലസ് c1 പ്ലസ് c2. മൂന്നാമത്തെ കേസിൽ 0 ആയിപ്പോയി. അപ്പൊ ഇക്വേഷൻ നമുക്ക് sin 0 0 ആണ്. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? c1 into e raised to minus x into minus 1 പ്ലസ് c2 into minus sin 2x into 2 പ്ലസ് c3 into cos 2x into 2. ഇനി അതിൽ എന്ത് കൊടുക്കണം? y dash 0 നമുക്ക് തന്നിട്ടുണ്ട് -5 എന്നാണ് തന്നിരിക്കുന്നത്. y dash 0 -5. അപ്പൊ -5 ആവുമ്പോൾ -5 is equal to ഈ ഇക്വേഷനിൽ ഇവിടെ ഒക്കെ 0 കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? -c1. രണ്ടാമത്തേത് നമുക്ക് 0 ആയി പോകും. മൂന്നാമത്തേതോ ഇവിടെ cos 0 1 അപ്പൊ 2c3. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടുന്നത്? -5 is equal to -c1 plus 2c3. ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ തേർഡ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? y ഡബിൾ ഡാഷ്. y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ -c1 into e raised to minus x into minus 1 plus 2c2 minus 2c2 into sin 2x into cos 2x into 2 plus ഇവിടെ 2c3 cos 2x ന്റെ minus sin 2x into 2. ഡിഫറൻഷ്യൽ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. y ഡാഷിനെ ഞാൻ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ഇവിടെ ഫസ്റ്റ് കേസിലെ -c1 into e raised to minus x into minus 1 പ്ലസ് രണ്ടാമത്തെ കേസിലെ -2c2 into sin 2x sin 2x cos 2x into 2. മൂന്നാമത്തെ കേസിൽ 2c3 into sin 2x into 2 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? That is -c1 e raised to minus x പ്ലസ് ആവും പ്ലസ് c1 e raised to minus x ആവും. ഇവിടെ നമുക്ക് -2 പ്ലസ് 4 c2 cos 2x ആവും. മൂന്നാമത്തെ കേസിലെ
minus 4c3 sin 2x. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഇത് y ഡാഷ്, ഇത് y ഡാഷ് ആണ്. y ഡാഷ്. ഇനി y ഡാഷ് 0, അടുത്ത y ഡാഷ് 0 കണ്ടുപിടിക്കാം. y ഡാഷ് 0 എത്രയായിരിക്കും? y ഡാഷ് 0 നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണത്? -3 എന്നാണ്. ഇവിടെ നമുക്ക് 0 എടുക്കുമ്പോൾ ഇവിടെ c1 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? -4c2 വരും. അടുത്ത ടൈം ഇല്ല. അപ്പൊ നമുക്ക് y ഡാഷ് 0 -3. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ 3 എന്നുള്ളത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? -3 -c1 minus 4c2. അങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? c1ന്റെയും c2ന്റെയും c3ന്റെയും വാല്യൂ. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം? ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? c1 plus c2 is equal to 2 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. c1 plus c2 is equal to 2 ഫസ്റ്റ് ഇക്വേഷൻ. ഈ സെക്കൻഡ് ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ -c1 plus 2c3 is equal to -1. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? -3 is equal to c1 minus 4c. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഇനി ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യും. സോൾവ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമുക്ക് 1ഉം 3ഉം എടുക്കാം. 1, 3. അപ്പൊ 3 എടുത്തേ. 3 ഇവിടെ എത്രയാണ്? -3 ആണ്. ഇവിടെ c1 ആണ്. -4c2 ഇവിടെ എടുക്കാം. -4c2. അപ്പൊ 1ഉം 3ഉം കൂടി എടുക്കാണ് ഞാൻ. എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിയുമ്പോൾ c1 പോവും. c2 ൽ നിന്ന് -4c2 കുറയ്ക്കുമ്പോൾ 5c2 ആവും. 2ൽ നിന്ന് -3 കുറച്ച് കഴിയുമ്പോൾ 5 വരും. Therefore c2ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? c2ന്റെ വാല്യൂ. അപ്പൊ c2 എന്നുള്ളതിന്റെ വാല്യൂ കിട്ടി. c2ന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ c1ന്റെ വാല്യൂ എത്രയാണ്? c1 is equal to 2 minus c2. Therefore 2 minus c2ന്റെ വാല്യൂ 1 ആണ്. Therefore 1. അപ്പൊ c1ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? c1ന്റെ വാല്യൂ 1. അപ്പൊ c1 കിട്ടി, c2 കിട്ടി. ഇനി നമുക്ക് ആരെ കിട്ടണം? c3 കിട്ടണം. c3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2c3 is equal to -5 plus c1 -5 plus c1 എത്രയാണ്? c1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ -4 വരും. അപ്പൊ c3 is equal to -4/2 -2. അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി കഴിഞ്ഞു. ഏതൊക്കെ വാല്യൂസ് കിട്ടി? c1ന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി, c2ന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി, c3യുടെ വാല്യൂ നമുക്ക് -2 കിട്ടി. Therefore y എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? c1 ന് പകരം 1 എഴുതുമ്പോൾ e raised to -x, c2ന് പകരം നമ്മൾ 1 എഴുതുമ്പോൾ cos 2x plus c3ക്ക് പകരം -2 എഴുതുമ്പോൾ -2 sin 2x. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്ത്. ഈ പ്രോബ്ലം ചോദിച്ച വർഷം ഏതാണ്? ഫെബ്രുവരി 2023 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യം. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഓക്സിലറി ഇക്വേഷൻ എഴുതി അത് സോൾവ് ചെയ്തപ്പോ എമ്മിന്റെ റൂട്ട്സ് കിട്ടി. എമ്മിന്റെ റൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ എഴുതി. അപ്പൊ സൊല്യൂഷൻ കിട്ടിയപ്പോ അതിൽ c1 ഉണ്ട്, c2 ഉണ്ട്, c3 ഉണ്ട്. ആ c1ഉം c2ഉം c3യും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ആദ്യം y0 ആയിരുന്നു, രണ്ടാമത് y'0 ആയിരുന്നു, മൂന്നാമത് y'0 ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ c1 കണ്ടുപിടിച്ചു, c2 കണ്ടുപിടിച്ചു, c3 കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ c2ന്റെ വാല്യൂ 1 ആണ്, c1ന്റെ വാല്യൂ 1 ആണ്, c3ന്റെ വാല്യൂ -2 ആണ്. ഫൈനൽ സൊല്യൂഷൻ വിൽ ബി y equal to e raised to -x cos 2x -2 sin. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.